ബിഗ് ബോസ് സീസൺ 8 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മൾ ബിഗ് ബോസിൽ 9ാമത്തെ ആഴ്ചയും കഴിയാൻ പോകുകയാണ്. അപ്പൊ ഈ ഒരാഴ്ചത്തെ വീക്ക്ലി ടാസ്കിന്റെ അപ്ഡേറ്റുകളും എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞതാണ്. അപ്പൊ നാളെയാണ് എവിക്ഷൻ നടക്കാൻ പോകുന്നത്. അതിന്റെ അപ്ഡേറ്റുകളൊക്കെ പുറകെ ഇടുന്നതായിരിക്കും ലഭിക്കുന്ന റിപ്പോർട്ടുകൾക്കനുസരിച്ച്. അപ്പൊ നിലവിൽ നമ്മുടെ ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് പെർഫോമേഴ്സ് ആരാണ്, അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആരാണ് എന്നത് ഒക്കെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ വേസ്റ്റ് പെർഫോമേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാക്കലിൻ ആൻഡ് സൗന്ദര്യയാണ് ഹൗസ് മെമ്പേഴ്സ് എല്ലാം ചേർന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹൗസ് മെമ്പേഴ്സ് ഒരു മികച്ച തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ തെരഞ്ഞെടുത്തു എന്ന് തന്നെ പറയാം. ഈ ഒരാഴ്ച ഒന്നും ചെയ്യാതെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഹൗസിൽ ഒരു എന്താ പറയുന്നത് ടാസ്കുകളിൽ പോലും മികച്ച രീതിയിൽ ഒരു പെർഫോമൻസും കാണിക്കാതിരുന്ന 2 കണ്ടസ്റ്റന്റ് ആണ് സൗന്ദര്യയും അതുപോലെ തന്നെ ജാക്കലിനും. കറക്റ്റായ തീരുമാനം തന്നെയാണ്. അതുപോലെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ഈ വീക്കിലി വന്നിരിക്കുന്നത്. ഒരാഴ്ചത്തെ വീക്കിലി ടാസ്ക് മാത്രമേ എടുത്തു നോക്കാനുള്ളൂ. ബാക്കി പിന്നെ ഈ ഹൗസ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പൊ ഈ ഒരു ടാസ്കിൽ നിന്നുള്ള ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രഞ്ജിത്ത് പവിത്ര, അതുപോലെ തന്നെ ദീപക് മഞ്ചരി എന്നിവരാണ്. മഞ്ചരിക്ക് ഓൾറെഡി നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരാഴ്ചത്തെ ഏഞ്ചൽ വേഴ്സസ് ഡിമോൺ എന്ന ടാസ്കിൽ ഡബിൾ ആയിട്ട് പ്രോപ്പറായി നിന്നത് കൊണ്ട് തന്നെ മഞ്ചരിക്ക് ആ ഒരു ടാസ്കിൽ വിൻ ചെയ്യാൻ സാധിച്ചതുകൊണ്ടും ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാർട്ട് സ്വന്തമാക്കിയത് പ്രോപ്പർ ആകാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ മഞ്ചരിക്കാണ് ആ ഒരു പാസ് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ബെസ്റ്റ് പെർഫോമേഴ്സ് എന്നുള്ള രീതിയിലും ഈ ഒരാഴ്ചത്തേക്ക് മഞ്ചരിയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപക്കും അതുപോലെ നമ്മുടെ രഞ്ജിത്തും പവിത്രയും. അപ്പം ഇവരിൽ നിന്നാണ് ഈ ഒരാഴ്ചത്തെ ബെസ്റ്റ് പെർഫോമേഴ്സിൽ നിന്നാണ് വരുന്ന 10ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിരുന്നു തീരുമാനിക്കുന്നത്. അതിൽ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ച് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വേറെ ആരുമല്ല, രഞ്ജിത്ത് ആണ്. രഞ്ജിത്ത് ഇനി അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആകാൻ പോകുമോ അതോ ഈ ഒരാഴ്ച തന്നെ എവിക്റ്റായി വീട്ടിൽ പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം രഞ്ജിത്തും ഈ പറയുന്നത് പോലെ ഈ ഒരാഴ്ചത്തെ എവിക്ഷനിലുണ്ട്, ഡേഞ്ചറസ് സോണിൽ തന്നെ എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ആഴ്ച ക്യാപ്റ്റനായിട്ട് രഞ്ജിത്തിന് ബിഗ് ബോസ് ഹൗസിൽ 10ാം ആഴ്ചയിൽ വീട് ഭരിക്കാൻ പറ്റുമോ അതോ എവിക്റ്റ് ആകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണെന്നുണ്ടെങ്കിലും നിലവിലെ ബിഗ് ബോസ് സീസൺ 8 തമിഴിന്റെ ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ് ഇതാണ്. നമ്മുടെ വേസ്റ്റ് പെർഫോമേഴ്സ് അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമേഴ്സ്, അതിൽ നിന്ന് ബെസ്റ്റ് പെർഫോമേഴ്സിൽ നിന്ന് തെരഞ്ഞെടുത്ത രഞ്ജിത്ത് ക്യാപ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരാഴ്ചത്തെ എവിക്ഷനിൽ ആരൊക്കെയാണ് ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്നത്, ആരാകും പുറത്തേക്ക് പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അടുത്തത് ഇടുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.